ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കൊച്ചു യാത്ര പോയാലോ? ഒരു കൊച്ചു ആമ്പൽപ്പാടം കാണാനായിട്ട്. അതായത് നമ്മുടെ കോട്ടയം തിരുവാർപ്പ് കഴിഞ്ഞ് മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു 650 ഏക്കർ വരുന്ന ഒരു പാടശേഖരത്താണ് ഇപ്പം നിറയെ ആമ്പൽ പൂത്ത് നിൽക്കുന്നത്. ഭയങ്കര നയന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ. ഇതേ ഒന്ന് കണ്ടു നോക്കിക്കേ. ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെളുപ്പിനെ തന്നെ, അതായത് നേരം വെളുക്കുമ്പം തന്നെ അവിടെ ചെല്ലണം. അതനുസരിച്ച് വേണം യാത്ര പ്ലാൻ ചെയ്യാനായിട്ട്. അല്ലെങ്കിലുള്ള കുഴപ്പം എന്നാ വെച്ചാൽ, ഈ സൂര്യൻ ഉദിച്ച് വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ കൂമ്പാൻ തുടങ്ങും. പിന്നെ നമുക്കിങ്ങനെ മുട്ടുപോലെ കാണാൻ സാധിക്കുള്ളൂ. അത് അത്ര രസമില്ല കാണാനായിട്ട്. അതിൽ നല്ലത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. അത് കുറച്ചൊന്നുമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, കണ്ണിൻ്റെ കുളിർമയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടങ്ങ് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ അങ്ങേ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കൊച്ചമ്പൽ ദേവീക്ഷേത്രമൊക്കെ ഉള്ളത്, നമുക്കതൊക്കെ കാണാൻ പറ്റുമേ. ചെന്ന് കഴിയുമ്പം നമുക്കവിടെ വള്ളങ്ങളൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നമുക്കതിനകത്തോട്ട് പോകാനായിട്ട്. അത് ഈ ചെറിയ മോട്ടർ പിടിപ്പിച്ച വള്ളമാണ്. അത് നമ്മൾ ചെല്ലുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വലിപ്പമുള്ള വള്ളങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എത്ര പേരുണ്ടെങ്കിലും ഒരു വള്ളത്തിന് അവർ 1000 രൂപയാണ് നമ്മളോട് ചാർജ് ചെയ്യുന്നത്. അത് നമുക്കൊരു 1 മണിക്കൂർ വരെയും അതിനകത്തോടെ നമ്മളെ അവർ കൊണ്ടുപോകും. അത് അവരുടെ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ഒക്കെ അവർ നിർത്തി തന്ന് നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള അവസരമൊക്കെ തന്ന് അവർ നമുക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് എല്ലാം ഒരു നല്ല നല്ല ആൾക്കാരാണ് കേട്ടോ. നല്ല സഹകരണം അവിടെയുള്ളവർക്കൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര ശരിക്കും നല്ല വൃത്തിയായിട്ടാണ് ആസ്വദിച്ചത്. ശരിക്കും മനോഹരമായിരുന്നു. അപ്പം ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.